പ്രൊജക്ഷൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഡ്രോ എലിവേഷൻ പ്ലാൻ ആൻഡ് സൈഡ് വ്യൂ ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഓഫ് ദി ഗിവൺ ഒബ്ജക്റ്റ്. ഓക്കെ, തന്നിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ എലിവേഷൻ, പ്ലാൻ, സൈഡ് വ്യൂ. എലിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഫ്രണ്ട് വ്യൂ. പ്ലാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ, പിന്നെ സൈഡ് വ്യൂ. ഓക്കെ, ഏത് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുക? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് നമ്മൾ എവിടെ ഇരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു? ഫസ്റ്റ് ക്വാർട്ടറിൽ ഇരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനു വേണ്ടി റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. നമ്മൾ റെഫറൻസ് ലൈൻ വരച്ചു, അതുപോലെ തന്നെ എക്സ് വൈ എന്ന് മാർക്ക് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ നോക്കുകയാണല്ലേ. ഫ്രണ്ട് വ്യൂ നമ്മൾ ഈ ഡയറക്ഷനിലാണ് നോക്കുന്നത് ഒബ്ജക്റ്റിൻ്റെ. നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഏതൊക്കെ സൈഡുകൾ കാണാൻ പറ്റും? നമുക്ക് നോക്കിയേ, ഈ സർഫസ് നന്നായിട്ട് കാണാൻ പറ്റില്ലേ? ഫ്രണ്ട് വ്യൂ കൂടെ നോക്കുമ്പോൾ ഇത്രയും സർഫസ് നന്നായിട്ട് കാണാൻ പറ്റില്ലേ? ഈ ഹാച്ച് ചെയ്യുന്ന ഇത്രയും പോർഷൻ, മറ്റേതെങ്കിലും പോർഷൻ നമുക്ക് കാണാൻ പറ്റുമോ? ഇത്രയും പോർഷൻസ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കൂടെ നോക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇത്രയും പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ, ശരിയല്ലേ? ഇത്രയും പോർഷൻ. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ വരയ്ക്കണമെങ്കിൽ ആദ്യം 84 ലെങ്ത് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്നൊരു ഈ ഡിസ്റ്റൻസ് മാർക്ക്. ഈ ഡിസ്റ്റൻസ് എത്രയുണ്ട്? ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 12 ആണെന്ന് ഇവിടെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ രണ്ട് സൈഡിലും 12 മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇത് മുതൽ ഇതുവരെ 12 മാർക്ക് ചെയ്യുക. വീണ്ടും ഇത് മുതൽ ഇതുവരെ 12 മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 42 ആണല്ലേ. അപ്പോൾ നമ്മൾ 42 മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചങ്ങിടുക, ശരിയല്ലേ? ലൈൻ വരച്ചിടുക. ദെൻ ഇത് മുതൽ ഇതുവരെയും അതുപോലെ ഇത് മുതൽ ഇതുവരെയും എത്ര ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്? അതും 12 എന്നു പറയുന്നുണ്ടല്ലേ, ശരിയല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് 12 മാർക്ക് ചെയ്ത് മുകളിലത്തെ പോയിന്റിൽ ട്രേസ് ചെയ്തതിന് ശേഷം ഈ ചരിഞ്ഞ ലൈൻ വരച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വരയ്ക്കുക? 84 മാർക്ക് ചെയ്യുക. നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. അത് എത്രയാണ്? 84 മാർക്ക് ചെയ്യുക. നമ്മൾ റെഫറൻസ് ലൈനിന് പാരലായിട്ട് നമ്മൾ വെച്ചു. 84 നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത്രയായപ്പോൾ 84 ആയി അല്ലേ. ഇനി 84ൽ നിന്നുകൊണ്ട് 12 എടുക്കുക രണ്ടറ്റവും. ഓക്കെ, പ്രോപ്പർലി നമ്മൾ 12 എടുത്തു. ഓക്കെ, ഇനി അവിടെ നിന്ന് അകത്തേക്കും രണ്ട് സൈഡിലേക്ക് 12 എടുക്കുക. അതുപോലെ ഈ അറ്റത്തും 12 മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകൾ വശത്തേക്ക് ഇവിടെ മുതൽ ഇതുവരെ എത്രയുണ്ട്? 42 ഉണ്ട്. നമ്മൾ 42 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെയും ഇവിടെ. അതിനുശേഷം നമ്മൾ ലൈൻ വരച്ചിടുന്നു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് വീണ്ടും ഒരു 12 ഡിസ്റ്റൻസ് മാറിയാണ് ഈ പോയിൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു 12 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എത്ര എടുത്താൽ മതി? ഇപ്പോൾ 12 അവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 12 മാർക്ക് ചെയ്യുന്നതിന് പകരം എത്ര എടുത്താൽ മതി? 12 കൂടെ ആയപ്പോൾ എത്രയായി? 44 എടുത്തായി. അപ്പോൾ നമ്മളൊരു 44 മാർക്ക് ചെയ്യുന്നു. സോറി, 12 ആയപ്പോൾ എത്രയായി? 24 മാർക്ക് ചെയ്താൽ മതി അല്ലേ. നമ്മൾ 24 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആ 24 എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ മുകളിലേക്ക് ട്രേസ് ചെയ്യുക. നമുക്ക് ആ പോയിൻ്റ് കിട്ടും. ഈ പോയിൻറ്റും ഇതും കൂടി മീറ്റ് ചെയ്യിപ്പിക്കുക, ശരിയല്ലേ? അതുപോലെ ഈ അറ്റത്തും ചെയ്യുക. മൊത്തത്തിൽ എത്രയാണ്? 24 മാർക്ക് ചെയ്യുക. ഓക്കെ, ആ 24 മുകളിലേക്ക് ട്രേസ് ചെയ്യുമ്പോൾ ആ പോയിൻ്റ് കിട്ടും. അതും ഇതുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ഇതല്ലേ നമ്മുടെ ഫ്രണ്ട് വ്യൂ, ശരിയല്ലേ? ഇത്ര പോർഷനല്ലേ നമ്മൾ ഫ്രണ്ട് വ്യൂ കൂടെ കാണുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ഒരു സ്ലോട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ടോ? അപ്പോൾ ആ സ്ലോട്ട് ഉണ്ടെന്നറിയിക്കാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുക? ഒരു ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്യുക, ഒരു ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യുക. അത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റാത്ത പോർഷനാണ്, പക്ഷേ അവിടെ ഒരു സ്ലോട്ട് ഉണ്ടെന്നറിയാൻ വേണ്ടി നമ്മളൊരു ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയി കഴിഞ്ഞു.
ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇനി വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത്, ഇവിടെ താഴേക്ക് നോക്കുന്ന വ്യൂ ആണല്ലേ. അപ്പോൾ ഏതൊക്കെ സർഫസ് നമുക്ക് കാണാൻ പറ്റും? നമുക്ക് ഈ സർഫസുകളെല്ലാം, ഈ ഷെയ്ഡ് ചെയ്യുന്ന സർഫസുകളെല്ലാം നമുക്ക് കാണാൻ പറ്റില്ലേ? ഇത് കാണാൻ പറ്റും, ഈ പോർഷൻ കാണാൻ പറ്റും, അതുപോലെ ഈ പോർഷൻ കാണാൻ പറ്റും, ഈ പോർഷൻ കാണാൻ പറ്റും, ഈ പോർഷൻ കാണാൻ പറ്റും. ഇതിനകത്തൊരു സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പോർഷനും നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും പോർഷൻസ് നമുക്ക് കാണാൻ പറ്റില്ലേ ടോപ്പ് വ്യൂ കൂടെ നോക്കുമ്പോൾ. ഓക്കെ, അത് നമ്മൾ എവിടെ വരയ്ക്കുന്നു? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരയ്ക്കുന്നു, ശരിയല്ലേ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ്റെ ഇതിൻ്റെ ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ട്രേസ് ചെയ്തു, റെഫറൻസ് ലൈനിൻ്റെ താഴെ വരയ്ക്കുന്നു. ഇതെത്രയാണ്? 84 തന്നെയാണ്. നമ്മളിവിടെ 84 മാർക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ 84 കഴിഞ്ഞ ലെങ്ത് തന്നെയാണ് ഇവിടെ. ഓക്കെ, നമ്മൾ 84 മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 42 ഉണ്ട്. നമ്മൾ 42 മാർക്ക് ചെയ്യുന്നു, 42 മാർക്ക് ചെയ്യുന്നു, ശരിയല്ലേ. ഈ രണ്ടറ്റവും അതുപോലെ 42 ഉണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടറ്റവും നമ്മളതുപോലെ 42 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുന്നു. ഇത്രയും നമ്മൾ ക്ലോസ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെ 12 ഉണ്ടല്ലേ, മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിന്ന് ഇതുവരെ 12 ഉണ്ട്. ഇതിൻ്റെ വീതി എത്രയാണ്? 15 ആണ്. ഇവിടെ നിന്ന് ഇതുവരെ 15. ഇപ്പോൾ 12ഉം 15ഉം നമ്മൾ രണ്ടറ്റവും മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇതുവരെ നമ്മൾ 12 മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 12 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ടറ്റവും അതുപോലെ ഉണ്ടല്ലോ, രണ്ടറ്റവും നമ്മൾ 12 മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വീതിയായ 15 മാർക്ക് ചെയ്യുന്നു അല്ലേ. ഓക്കെ, 15 മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെ നിന്നും ഒരു 15 മാർക്ക് ചെയ്തു, ശരിയല്ലേ. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ അതുപോലെ 15 മാർക്ക് ചെയ്തു, ഈ പോയിന്റിൽ നിന്നും 15 മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി ഇത്ര നമ്മൾ ചെയ്തു. ഇനി നോക്കിയേ, ഇവിടെ നിന്ന് ഇതുവരെയുള്ള 12 നമ്മൾ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ചരിഞ്ഞ പ്രതലമായിട്ട് കാണാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനെയല്ലേ കാണാൻ പറ്റും മുകളിൽ നോക്കുമ്പോൾ. ഈ ഒരു പോർഷൻ ഇങ്ങനെയല്ലേ കാണാൻ പറ്റൂ, ശരിയല്ലേ. അതായത് ഈ 12ൻ്റെ ഒരു പോർഷൻ കാണാൻ പറ്റും. ദെൻ ഈ സൈഡിൽ നിന്ന് ഒരു 12ൻ്റെ പോർഷൻ കാണാൻ പറ്റും. ബാലൻസ് ആണിത് അല്ലേ. ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ മാർക്ക് ചെയ്താൽ പോരെ, രണ്ടറ്റത്തു നിന്ന് മാർക്ക് ചെയ്താൽ പോരെ. നമ്മൾ ഇവിടെ നിന്നൊരു 12 മാർക്ക് ചെയ്തു, ഈ ഭാഗത്തു നിന്ന് നമ്മളൊരു 12 മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെ ഒരു 12 മാർക്ക് ചെയ്തു, ഈ സൈഡിൽ നമ്മളൊരു 12 മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിലും അതുപോലെ ചെയ്യുക. ഇതല്ലേ ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇത്ര മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ലോട്ട് ഈ പോർഷൻ, ശരിയല്ലേ. ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി വരയ്ക്കാൻ പോകുന്നതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ സൈഡ് വ്യൂ നോക്കുന്നത്. നമുക്ക് ഏതൊക്കെ സർഫസ് കാണാൻ പറ്റും? ഈ സർഫസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ സർഫസ് കാണാൻ പറ്റും, ശരിയല്ലേ. ഇത്ര മാത്രമല്ലേ നമുക്കിതിൻ്റെ സൈഡ് വ്യൂ കൂടി കാണാൻ പറ്റൂ. ഇത്ര മാത്രമേ നമുക്കിതിൻ്റെ സൈഡ് വ്യൂ കൂടി നോക്കിയാൽ കാണാൻ പറ്റൂ. ഇത് ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. നമ്മൾ എവിടെ വരയ്ക്കുന്നു? ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു, ശരിയല്ലേ. അത് വരയ്ക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് ലൈനും എക്സ്റ്റെൻഡ് ചെയ്ത് ട്രേസ് ചെയ്യുന്നു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 42 ആണ്. ആ 42 നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 12 ആണ്. സെയിം ഡയമെൻഷൻ 12 ആണ്. ഈ സൈഡിലും അതുപോലെ തന്നെ 12 ആണ്. നമ്മളതിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇനി കാണാൻ പറ്റുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണല്ലേ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ ഇതിൻ്റെ ഹൈറ്റ് എത്രയുണ്ട്?
42 ആണല്ലേ. അപ്പോൾ നമ്മൾ 42 മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അത് തന്നെയാണ് ഈ ഹൈറ്റ് അല്ലേ. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിൽ മാർക്ക് ചെയ്തു 42. ഓക്കെ. ദെൻ ഇതിൻ്റെ വീതി എത്രയാണ്? ഇത് മുതൽ ഇതുവരെ 15 എന്ന് തന്നിട്ടുണ്ടല്ലേ. ഇവിടെയും 15 മാർക്ക് ചെയ്തു, ഈ സൈഡിലും 15 മാർക്ക് ചെയ്തു. ശരിയല്ലേ. അതിനുശേഷം എന്ത് ചെയ്യുക? താഴേക്ക് ട്രേസ് ചെയ്യുക. ഇവിടെയും താഴേക്ക് മാർക്ക് ചെയ്യുക. ഇത് തന്നെയാണല്ലോ അതിൻ്റെ സൈഡ് വ്യൂ. ശരിയല്ലേ. ലെഫ്റ്റ് സൈഡ് വ്യൂ ഇത്രയും പോർഷനല്ലേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയി അല്ലേ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയി, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആയി, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയി. മനസ്സിലാവുന്നുണ്ടോ? ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ.